എല്ലാവർക്കും നമസ്കാരം. നാളെ LGS പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ചോദ്യങ്ങളാണ്, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ചായി തുടങ്ങിയിട്ട്. നമ്മളൊരു 400 മേലെ ചോദ്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്. 400 അതിന് മേലെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 2.6 സ്ക്വയർ മൈനസ് 2.4 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം എന്താണ്? 2.6 സ്ക്വയർ മൈനസ് 2.4 സ്ക്വയർ. ഈ ചോദ്യം ചെയ്യേണ്ടത് എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ഈ ചോദ്യം ചെയ്യേണ്ടത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ആ മോഡൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അത് ഓർമ്മയില്ലാത്തവരെന്ത് ചെയ്യുക? 2.6 സ്ക്വയർ കാണാം, എന്നിട്ട് അതിന് 2.4 സ്ക്വയർ കുറച്ചാൽ മതി, എന്നാലും ഇതിൻ്റെ ഉത്തരം കിട്ടും. പക്ഷേ നമുക്ക് എന്താ തെറ്റാനുള്ള സാധ്യതയുണ്ട്, കുറേ സമയം മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് തന്നേക്കുന്ന ഏത് മോഡലാണെന്ന് ഞാൻ പറഞ്ഞത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള മോഡലിലാണ്. അതായത് ഇതെന്തിന് തുല്യമാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് തുല്യമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്തായാലും കാണാതെ പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ എന്തായാലും നിങ്ങൾ കാണാതെ പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. അപ്പോൾ ഇനി നോക്ക്, ചോദ്യത്തിൽ 2.6 സ്ക്വയർ മൈനസ് 2.4 സ്ക്വയർ എന്നാണ് തന്നേക്കണേ. എന്താ തന്നേക്കണേ? 2.6 സ്ക്വയർ മൈനസ് 2.4 സ്ക്വയർ എന്ന് തന്നേക്കണേ. അപ്പോൾ ഈ മേലത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ അതേ മോഡലിലാണല്ലോ തന്നേക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ എ എന്താ? എ എത്രയാണ്? അപ്പോൾ 2.6 ആണ്. ബി എത്രയാണ്? 2.4 ചോദ്യം കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എങ്കിൽ പറ എന്തായിരിക്കും ഇനി ചെയ്യേണ്ടത്? എ പ്ലസ് ബി ചെയ്യണം, അല്ലേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2.6 കൂട്ടണം 2.4. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ എന്ത് ചെയ്യണം? 2.6 കുറയ്ക്കണം 2.4. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സമം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ? എങ്കിൽ പറയൂ, 2.6 കൂട്ടണം 2.4 എന്ന് പറഞ്ഞാൽ എത്രയാ? 2.6 കൂട്ടണം 2.4 കൂട്ടിയാൽ എന്താ കിട്ടുക? 2 കൂട്ടിയാൽ 4. 0.6 0.4 കൂട്ടിയാൽ 1 0.4 കൂട്ടിയാൽ 1 ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? 2.6 കൂട്ടണം 2.4 ചെയ്താലും മതി. 6ഉം 4ഉം കൂട്ടിയാൽ 10, ഇവിടെ ഒരു 0.1 ഇവിടെ ശിഷ്ടം. അപ്പോൾ എത്രയാ? 5 നമ്മുടെ ഉത്തരം എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത് മോസ്റ്റ്ലി എല്ലാ കേസുകളിലും ഇതുപോലെയുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. കൂട്ടിയാൽ കിട്ടുന്നതേ ഇതുപോലെയുള്ളൊരു വില ആയിരിക്കും കിട്ടുക. 5, 10 അങ്ങനെയുള്ള സംഖ്യകളിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 100, അതൊക്കെ ആയിരിക്കും കൂടുതലും കിട്ടുക കേട്ടോ. അതൊന്ന് മനസ്സിൽ വെച്ചോണ്ടു. അപ്പോൾ 2.6 കൂട്ടണം 2.4 എത്രയാ? 5 ഗുണിക്കണം 2.6 2.4 കുറച്ചാൽ എത്രയാ? 2.6 2.4 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 26 24 കുറയ്ക്കി എത്രയാ? 2 അല്ലേ? അപ്പോൾ എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ? ഒരു സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ. ആ പോയിന്റ് ആ ഒരു സ്ഥാനം മാറ്റിയിട്ടാൽ മതി. മനസ്സിലായോ? 2.6 നിന്ന് 2.4 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 26 24 കുറയ്ക്കുക എത്രയാ? 2. ആ പോയിന്റ് ഒരു സ്ഥാനം മാറ്റിയിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര കിട്ടുക? 5 ഗുണിക്കണം 0.2. 5 ഗുണിക്കണം 0.2 നമുക്ക് കിട്ടിയേക്കണേ. ഇനി നോക്ക്, 5 ഗുണിക്കണം 0.2 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തേണ്ടത്? എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു ദശാംശ സംഖ്യയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ സംഖ്യയെ നേരിട്ട് അങ്ങോട്ട് ഗുണിക്കുക. അതായത് 5നെ 2 കൊണ്ട് അങ്ങ് ഗുണിക്കുക. എന്താ ചെയ്യുന്നത്? 5നെ 2 കൊണ്ട് അങ്ങ് ഗുണിക്കുക. 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 10 അല്ലേ? എന്നിട്ടോ ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ? എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 1 അല്ലേ ഉള്ളൂ. ആ ഒരു ദശാംശ സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 1.0. അതായത് 1 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി 1 നമ്മുടെ ഉത്തരം. കൂടുതൽ കേസുകളിലും നമ്മുടെ ഉത്തരമായിട്ട് വരാൻ പോകുന്നത് 10, 1, 100 അങ്ങനെ സംഖ്യകളൊക്കെ ആയിരിക്കും. ഒന്ന് മനസ്സിലാക്കി വെച്ചോ, എന്നാലും നമുക്കിത് ചെയ്യാൻ അറിയണം. അപ്പോൾ പഠിക്കേണ്ട എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 180 രൂപയ്ക്കൊരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ചോദ്യം എന്താണ്? 150 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ എന്തുണ്ടായത്? 10% നഷ്ടമാണ് വന്നത്.
100% ലാഭമാണ് കിട്ടേണ്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യാം, ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാ ചോദിച്ചത്. നമ്മൾ ചെയ്യാറുള്ള രീതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 10% നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയാ? 10% നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ 100 10 കുറയ്ക്കും. എത്രയാ? 90. 90% എന്ന് പറയുന്നതാണ് എന്ത്? 180 അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10% നഷ്ടം എങ്കിൽ അതെന്തായിരിക്കും? 100 10 കുറച്ചതായിരിക്കും. അതെത്രയാ? 90%. 100% ആരെ എടുക്കണേ? വാങ്ങിയ വിലയെ നമ്മൾ എല്ലായ്പ്പോഴും 100% എടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങിയ വിലയിൽ നിന്ന് ആ നഷ്ടമായ 10% കുറച്ച് 90% എന്ന് എഴുതുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 90% 180 ഇനി പറഞ്ഞത് 10% ലാഭം കിട്ടണമെങ്കിൽ 10% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാ ചോദിച്ചേ അല്ലേ? 10% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എത്രയായിരിക്കും പറ? 110%. 100ന്റെ കൂടെ 10% കൂട്ടല്ലേ? ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം, നഷ്ടം എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇനി നോക്ക് 110% എത്രയാണ് എന്നാണ് ചോദിച്ചത് അല്ലേ? അതായത് 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാ ചോദിച്ചത്. അപ്പൊ 110% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇനി അറിയാലോ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് അറിയാലോ. എന്താ നമ്മൾ ചെയ്യാറുള്ളത്? ക്രോസ് ഗുണിക്കും അല്ലേ? ക്രോസ് ഗുണിക്കും. വെരി ഗുഡ്. അതന്നെ 110 ഗുണിക്കണം 180 ഡിവൈഡഡ് ബൈ ഇവിടെ ക്രോസ് ഗുണിക്കാൻ ആളില്ല, അപ്പൊ എന്ത് എഴുതിയാൽ മതി? 90 ഡിവൈഡഡ് ബൈ 90. ഇനി എന്ത് ചെയ്യാം? ഈ 0 പോയി 18 9 വെട്ടി എത്ര? 2. 2 ഗുണിക്കണം 110 എത്രയാണ്? 2 ഗുണിക്കണം 110 220 രൂപ. എത്രയാണ്? 220 രൂപ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? BCCEDGEIF അങ്ങനെ പോകണത്. നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ ചോദ്യം എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ നോക്ക്, ഒന്നിടവിട്ടതാണ് ഇതിൽ എടുക്കുന്നത് കേട്ടോ. B+1 ആണ് എന്ത്? സി. നോക്ക്, B+1. ബി കഴിഞ്ഞാൽ സി അല്ലേ? ഇനി അടുത്തത് എന്താ? ഡി അല്ലേ? അത് കഴിഞ്ഞിട്ട് നോക്ക് ഇ അല്ലേ? അത് കഴിഞ്ഞിട്ട് എഫ് ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി കഴിഞ്ഞിട്ട് ഇ ആണ് വരുന്നത്. എന്താ? +2 സി ഡി ഇ. 1 കഴിഞ്ഞിട്ട് അല്ലേ? സി ഡി ഇ. ഇനി അടുത്ത എന്തായിരിക്കും? ഇ കഴിഞ്ഞിട്ട് അടുത്തത് എഫ് ഇല്ല, ജി ആണ്. ഇനി അടുത്ത് നോക്ക്, എച്ച് ഇല്ല, ഐ ആണ്. ഇനി നോക്ക്, അപ്പൊ എന്തായിരിക്കും അടുത്ത്? ജെ ഇല്ല, കെ ആയിരിക്കും. നമ്മുടെ ഉത്തരം അപ്പൊ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ശരാശരി എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. 5 10 15 20 എക്സ് എന്നീ സംഖ്യകളുടെ ശരാശരി 18 ആയാൽ എക്സിന്റെ വില എത്ര? എന്തായിരുന്നു? 5 10 15 20 എക്സ് എന്നീ സംഖ്യകളുടെ ശരാശരി 18 ആയാൽ എക്സിന്റെ വില എത്ര? നമുക്ക് സാധാരണ നമ്മളെങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? കൂട്ടിയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ, എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്താണ്? സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ശരാശരി കിട്ടുക. നമുക്ക് അത് അറിയാലോ. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. തുക ബൈ എണ്ണമാണ്, അത് ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ പറയൂ, എങ്ങനെ ചെയ്യാം? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണെന്നുണ്ടെങ്കിൽ തുക എത്രയാ? 5 കൂട്ടണം 10 കൂട്ടണം 15 കൂട്ടണം 20 കൂട്ടണം എക്സ് ഡിവൈഡഡ് ബൈ എണ്ണം. എത്ര എണ്ണ അത്? 1 2 3 4 5 എണ്ണാണ് അല്ലേ? 5 എന്ന് പറയുന്നത് എന്താണ്? ശരാശരിയായ 18 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 5ഉം 10ഉം 15, 15ഉം 15ഉം 30, 30ഉം 20ഉം 50 അല്ലേ? 50 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നതാണ് എന്ത്? 18. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? ഇവിടെ ഹരിക്കലാണ്. അപ്പോൾ വലത്തോട്ട് വരുമ്പോൾ, സമത്തിന്റെ അപ്പുറം വരുമ്പോൾ ഗുണിക്കലാവും. അപ്പൊ പറ, 50 പ്ലസ് എക്സ് സമം 18 ഗുണിക്കണം 5 എന്നായിട്ട് മാറി. ഓക്കെ ആണല്ലോ? ഇനി ബാക്കി നോക്ക്. 50 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? 18 ഗുണിക്കണം 5 ആണ്. 18നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക നമുക്ക്?
18നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക നമുക്ക്? 18ന്റെ നേരെ പകുതി എടുക്കുക, എത്ര? 9, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് 5 കൊണ്ട് ഗുണിക്കുന്നത് അല്ലേ? എത്ര ഇപ്പോൾ ഉത്തരം? 90. അപ്പോൾ ഇനി നോക്ക് എക്സ് എത്രയാണെന്നാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ് സമം 90. ഇവിടെ +50 അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ -50 നമ്മുടെ ഉത്തരം എത്രയാണ്? 40. നമ്മുടെ ഉത്തരം 40. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ല എങ്കിൽ നോക്കിക്കോ, ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ. ഇതൊരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിക്കണ്ട. പക്ഷെ അല്ല എങ്കിൽ എന്ത് ചെയ്യാം? ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ കേട്ടോ. ഞാൻ ആ സംഖ്യകളൊന്ന് എടുത്തെഴുതുകയാണ്. 5, 10, 20 എക്സ് 5, 10, 15, 20 എക്സ്. ഇതിൻ്റെ ശരാശരി എത്രയാ? 18 അല്ലേ? ശരാശരി 18. ഇനി നോക്ക്, ഈ 5 18 ആവാൻ 18ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? -13 അല്ലേ? 5ൽ നിന്ന് നമ്മുടെ ശരാശരി കുറയ്ക്കുക. ഈ സംഖ്യയിൽ നിന്ന് ശരാശരി കുറയ്ക്കുക. നേരെ അങ്ങനെ ചെയ്താൽ മതി. ഈ സംഖ്യ നമ്മുടെ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യാം? നമ്മുടെ ശരാശരി അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടി? 5ൽ നിന്ന് 18 കുറച്ചാൽ -13. അപ്പോൾ ഇനി 10ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്രയായിരിക്കും? അപ്പോൾ അത് -8 അല്ലേ? ഇനി അടുത്ത് നോക്ക്, 15ഉം 18ഉം. 15ൽ നിന്ന് 18 പോയാൽ -3. ഇനി അടുത്തത് ഏതാ? 20 തന്നേക്കണേ അല്ലേ? 20ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? +2. ഇനി അടുത്തത് എക്സ് ആണ്. എക്സിനെ ഞാൻ എക്സ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? എന്താ ഞാനിവിടെ ചെയ്തത്? എന്താണ്? ആദ്യം ഫസ്റ്റത്തെ സംഖ്യ 5 ആണ്. അപ്പോൾ സംഖ്യയിൽ നിന്ന് ശരാശരി കുറയ്ക്കുക. 5ൽ നിന്ന് 18 കുറച്ചാൽ എത്രയാണ്? -13. ഈ 10ൽ നിന്ന് 18 കുറച്ചാൽ -8. 15ൽ നിന്ന് 18 കുറച്ചാൽ -3. 20ൽ നിന്ന് 18 കുറച്ചാൽ +2 അല്ലേ? ഇനി അടുത്തത് എന്താ? ഞാൻ ആ എക്സിനെ എക്സ് ആയിട്ട് തന്നെ എഴുതുകയാണ്. ഓക്കെ ആണല്ലോ? ഇതെല്ലാം കൂട്ടിയാൽ കിട്ടുന്നത് 18 എന്ന് എടുക്കുക. എന്താ പറഞ്ഞത്? -13 -8 -3 +2 +x സമം 18 നമ്മുടെ ശരാശരിയാണ് എന്ന് എടുക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ആദ്യം എന്ത് ചെയ്യാം? ആ സംഖ്യകളിൽ ഓരോ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ശരാശരി കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതെല്ലാം കൂട്ടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? 18 അല്ലെങ്കിൽ നമ്മുടെ ശരാശരിയാണ് എന്ന് എടുക്കുക. ഇനി നോക്ക്, ഇത് ചെയ്താൽ എത്ര കിട്ടുക? കുറേ മൈനസ് ഉണ്ടല്ലേ? 3 മൈനസിൻ്റെ സംഖ്യകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് സംഖ്യകളെ കൂട്ടാൻ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂട്ടിയാൽ മതി. ഇങ്ങനെ -13 -8 -3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത് 3ഉം കൂട്ടിയിട്ട് എന്ത് ചിഹ്നം ഇടുക? മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ -13 8 -3. അപ്പോൾ എന്ത് ചെയ്യുക? 3 8 11 11ഉം 13ഉം 24. അപ്പോൾ എന്തായി? -24 +2 +x സമം 18. മനസ്സിലായല്ലോ? ഈ -24 +2 എന്ന് പറഞ്ഞാൽ എത്രയാ? -24 +2 എന്ന് പറഞ്ഞാൽ എത്രയാ? രണ്ടും എന്താണ്? വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലേ? രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ്? എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പം എന്ത് ചെയ്യണം? 24ന്ന് 2 കുറച്ചിട്ട് എത്രയാ? അപ്പോൾ 22. എന്നിട്ട് എന്ത് ചെയ്യണം? വലുതിൻ്റെ ചിഹ്നം എന്താണ്? -22. ഓക്കെ ആണല്ലോ? +x ഉണ്ട് സമം 18. എഴുതിയേക്കണം. മനസ്സിലായല്ലോ? ഇനി പറ, എക്സ് അല്ലേ കാണേണ്ടത്? എക്സ് കാണാൻ എന്ത് ചെയ്യുന്നു? ആ 18 വലതുവശത്തുണ്ട് അല്ലേ? അപ്പോൾ ഈ -22നെ വലത്തോട്ട് കൊണ്ടുപോകണം, സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? മൈനസ് എന്താവും? +22 ആകും. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 40. നമ്മുടെ ഉത്തരം 40 മനസ്സിലായല്ലോ? ഒരു തവണ കൂടി പറയണോ? ആകെ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. എന്താ ചെയ്തതെന്ന് മാത്രം പറയാം. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്തോ? സംഖ്യകൾ നമ്മൾ എഴുതി 5 10 15 20 എക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സംഖ്യകൾ തന്നാലും ആ സംഖ്യകൾ നമ്മൾ നോക്കിയിട്ട് ആ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ സംഖ്യയിൽ നിന്ന് ശരാശരി കുറയ്ക്കുക. എത്രയാ? അപ്പോൾ -13. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ശരാശരി കുറയ്ക്കുക. എത്രയാ? -8.
മൂന്നാമത്തെ സംഖ്യയിൽ നിന്ന് ശരാശരി കുറയ്ക്കുക. എത്രയാ? -3. 20 ശരാശരി കുറച്ച +2. ഇനി അടുത്തത് എക്സിനെ +x ആയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് എല്ലാ സംഖ്യകളെയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത്, അതായത് -13, -8, -3, +2 +x എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? ശരാശരി ആയിട്ട് എടുക്കുക. ശരാശരി എത്രയാ? 18. ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ, അതായത് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 0.2 × 0.2 + 0.02 × 0.02 ഡിവൈഡഡ് ബൈ 0.04. 0.04ന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? 0.2 ഗുണിക്കണം 0.2 ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, 0.2 ഇത് ഞാൻ ഒന്ന് എടുത്തെഴുതാം. 0.2 ഗുണിക്കണം 0.2 പ്ലസ് 0.02 ഗുണിക്കണം 0.02 ഡിവൈഡഡ് ബൈ 0.0404. ഇത് ചെയ്യാൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 0.2നെ 0.2 കൊണ്ട് ഗുണിക്കണ്ടേ? എന്താ ചെയ്താൽ മതി? 2നെയും 2നെയും ഗുണിക്കുക. 2നെയും 2നെയും ഗുണിച്ചാൽ 4 ആണല്ലോ, അത് നമുക്കറിയാലോ. 2 × 2 ചെയ്തു. ഇനി ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ട പോയിന്റ്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ആയി അല്ലേ? 2 സ്ഥാനം മാറ്റിയിട്ടപ്പോൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. അപ്പോൾ 1, 2 പോയിന്റ് ഇട്ടു. 0.04 കിട്ടിയല്ലോ. ഇനി എന്താ പറയുന്നത്? പ്ലസ്. ഇനി എന്താ പറയുന്നത്? 0.02 ഗുണിക്കണം 0.02. അവിടെയും എന്താണ് ചെയ്യേണ്ടത്? 0.02 ഗുണിക്കണം 0.02 എന്ന് പറഞ്ഞാൽ 2നെ 2നെ ഗുണിച്ചാൽ എന്തെഴുതി ഞാൻ? 4 എന്നെഴുതി. ഇനി എത്ര സ്ഥാനം മാറ്റിയിട്ടാ? 1, 2, 3, 4 ദശാംശ സ്ഥാനങ്ങളുണ്ട് അവിടെ അല്ലേ? 4 ദശാംശ സ്ഥാനങ്ങളില്ലേ? അപ്പോൾ എത്ര പൂജ്യം ഇടണം? അപ്പോൾ 1, 2, 3, 4 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഓക്കെ ആണല്ലോ? ഡിവൈഡഡ് ബൈ 0.0404 ചെയ്താൽ എത്ര കിട്ടുക? 0.04 കൂട്ടണം 0.0004 എത്രയാ? നമുക്കൊന്ന് എഴുതാം. 0.04 കൂട്ടണം 0.0004. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 0 കൂടി ഇട്ട് കൊടുക്കും അല്ലേ? ഇനി നേരെ കൂട്ടുകയാണെന്നെങ്കിൽ 4 0 4 0.0. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായി? 0.0404 ഡിവൈഡഡ് ബൈ 0.0404. എന്താണ്? ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ വെട്ടിപ്പോയി. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 7.85 × 7.85 പ്ലസ് 2 × 7.85 × 2.15 പ്ലസ് 2.15 × 2.15ന്റെ വില എന്ത്? കാണുമ്പോഴേ അറിയാം ഇത് എന്ത് രീതിയിലാ? a² പ്ലസ് 2ab പ്ലസ് b² ഫോർമാറ്റിലാണ് തന്നേക്കുന്നത്. 7.85 × 7.85 എന്ന് പറഞ്ഞാൽ 7.85 സ്ക്വയർ, അതായത് a². ഇനി 2 × 7.85 × 2.15, അതായത് 2 ഗുണിക്കണം a × b. b എന്താണ്? 2.15. a എന്താണ്? 7.85. വിലകൾ മാത്രം വ്യത്യാസം അല്ലേ? ഇനി നോക്ക്, പ്ലസ് b² 2.15 × 2.15. ഈക്വേഷൻ നമുക്കറിയാം, നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന a² + 2ab + b² എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു? a + b² ആയിരുന്നു. a + b² സമം a² + 2ab + b². ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യാം? a എന്താണ് ഇവിടെ? 7.85 ആണ്. b എന്താണ്? 2.15 ആണ് അല്ലെ? 2.15 ആണ്. ഓക്കെ, എങ്കിൽ എന്താ ചെയ്താൽ മതി? 7.85 കൂട്ടണം 2.15 ഹോൾ സ്ക്വയർ. 7.85ഉം 2.15ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 10 ആണ് കിട്ടുക. 10ന്റെ സ്ക്വയർ 10². നമ്മുടെ ചോദ്യത്തിലും 10² ആണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 10². അതെത്രയാ? 100 ആണ് അല്ലേ? ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇക്വേഷൻ പഠിക്കണേ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചത് എന്ത്? a² - b² സമം a + b × a - b. അതുപോലെ തന്നെ a + b² സമം a² + 2ab + b². ഈ ഇക്വേഷനും കൂടിയും പഠിച്ചോ. a - b² ഇവിടെ a + b, ഇനി a - b² =
എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ പഠിച്ചപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയപ്പോൾ ഒക്കെ കൂട്ടല് ഒക്കെ പ്ലസ് ആ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ നോക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആകുമ്പോൾ എ സ്ക്വയർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു മൈനസ് ഇടുന്നു 2ab പ്ലസ് പിന്നെ ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ്. നേരത്തെ ഇക്വേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്. ചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തിൻ്റെ നീളം 120 മീറ്ററും വീതി 85 മീറ്ററുമായാൽ അതിൻ്റെ ചുറ്റളവ് എത്ര? സിമ്പിൾ ചോദ്യമാണ് അല്ലേ. ഒരു ചതുരാകൃതിയിലാണ് എന്ത് മൈതാനം എന്ന് പറഞ്ഞിട്ടുണ്ട്, നീളം 120 മീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട്, വീതി 85 മീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുറ്റളവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്, എല്ലാം കൂടി കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി, 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് 120 ആണ്, ഇതും 120 ആയിരിക്കും, ഇത് 85 ആയിരിക്കും. ചതുരാണെങ്കിൽ ഇങ്ങനെയാണ് വരിക അല്ലേ. അതായത് എതിർദിശകൾ അതല്ലേ സോറി എതിരെയുള്ളത് എന്തായിരിക്കും തുല്യമായിരിക്കും. അതാണല്ലോ ചതുരത്തിൻ്റെ പ്രത്യേകത. എതിരെയുള്ള ഈ വരകൾ എന്തായിരിക്കും, ഈ ദൂരങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും. അപ്പോൾ ഈ 120 ആണെങ്കിൽ ഇത് 120, ഇത് 85 ആണെങ്കിൽ ഇത് 85. അതുകൊണ്ടാണ് ഈ 2 ഗുണിക്കണം എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നീളം കൂട്ടണം വീതി, 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി എന്ന് പറഞ്ഞാൽ നീളം എത്രയാ 120, വീതി എത്രയാ 85. 120 85 കൂട്ടണം അല്ലേ. 2 ഗുണിക്കണം 120 കൂട്ടണം 85 എന്ന് പറഞ്ഞാൽ എത്രയാ 205 ആണല്ലോ. 205 ആണല്ലോ നമ്മുടെ ഉത്തരം. അപ്പോൾ എത്രയായിരിക്കും 410 മീറ്റർ. ഫസ്റ്റ് ഓപ്ഷൻ നോക്ക് 205. അത് ശരിയാവോ ഇല്ല, പക്ഷെ നമ്മൾ അവിടെ അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 410 മീറ്റർ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇത് പഠിക്കണം എന്ത് ചുറ്റളവ് എന്താണ് ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി കേട്ടോ. അതുപോലെ തന്നെ വിസ്തീർണ്ണമാണെങ്കിലോ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ്. നമുക്കിപ്പോൾ പരപ്പളവ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. പരപ്പളവാണെങ്കിലോ ചതുരത്തിൻ്റെ പരപ്പളവാണെങ്കിലോ നീളം ഗുണിക്കണം വീതി, നീളം ഗുണിക്കണം വീതി. നമുക്കിത് സിലബസിൽ ഇല്ലായിരുന്നു, പക്ഷേ ഇതൊന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ ഇതൊന്ന് പറഞ്ഞു കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 7 ആണ്. അധ്യാപികയുടെ പ്രായവും കൂടി ചേർത്താൽ ശരാശരി വയസ്സ് 9 ആകുമെങ്കിൽ അധ്യാപികയുടെ പ്രായം എത്ര? നമ്മൾ പഠിച്ചതാണല്ലോ ചെയ്യാൻ. പറ എങ്ങനെ എഴുതുക? 10 പേരുടെ ശരാശരി വയസ്സ് 7 ആണ്. എഴുതിയല്ലോ. ഇനി എന്താ അധ്യാപികയുടെ പ്രായം കൂടി ചേർത്താൽ? അധ്യാപികയുടെ പ്രായം കൂടി ചേർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം ഒന്ന് കൂടുമല്ലോ. അപ്പോൾ എത്രയായി 11 പേരുടെ ശരാശരി വയസ്സ് എത്രയാ? അപ്പോൾ 9 ആകുന്നാ പറഞ്ഞത് അല്ലേ. ഓക്കെ ആണല്ലോ. എങ്കിൽ എന്താ ചോദിച്ചത് അധ്യാപികയുടെ പ്രായം എത്ര? ചെയ്യാനറിയാലോ നമുക്ക് ചെയ്യാനറിയാം അല്ലേ. എങ്ങനെ ചെയ്യുന്നേ? ഇവയുടെ വ്യത്യാസം എടുക്കും. 10ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം +1 ആണ്. 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം +2 ആണ്. ഓക്കെ. ഇനി എന്ത് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കണം. ഈ +1നെ ഈ 9 കൊണ്ടും ഈ +2നെ ഈ 10 കൊണ്ടും ഗുണിക്കണം. ഓക്കെ ആണല്ലോ. ഗുണിച്ച മനസ്സിലായല്ലോ. എങ്ങനെ ഗുണിച്ചത്? ഈ +1നെ 9 കൊണ്ടും ഈ +2നെ 10 കൊണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കണം. എങ്കിൽ പറ 1 ഗുണിക്കണം 9 ഇവിടെ എത്രയാ 2 ഗുണിക്കണം 10 20. എന്നിട്ട് അത് രണ്ടും കൂടി അങ്ങ് കൂട്ടണം. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? ഓപ്ഷൻ ബി 29. ഓപ്ഷൻ ബി 29. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ആരെന്നാ ചോദിച്ചേക്കണേ അല്ലേ. നമുക്ക് വരുന്ന ചോദ്യമാണ്. അപ്പോൾ നോക്ക് 4 എന്ന് പറഞ്ഞാൽ എന്താ 2ന്റെ സ്ക്വയറാ. 125 പറഞ്ഞാൽ 5ന്റെ ക്യൂബാണ്. 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. 64 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബാണ്. ഒറ്റയാൻ ആരാ? ഓപ്ഷൻ എ 4 ആണ്. മറ്റതെല്ലാം ക്യൂബുകളാ. ഇതല്ലേ 4 എന്താണല്ല ക്യൂബല്ല സ്ക്വയറാ. അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 4 ആണ്. മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 10 സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നു. അവയുടെ ശരാശരി 45 ആണ്. അതിലെ ആദ്യ 4 സംഖ്യകളുടെ ശരാശരി 40ഉം
അവസാന 4 സംഖ്യകളുടെ ശരാശരി 50ഉമാണ്. നടുവിലുള്ള 2 സംഖ്യകൾ തുല്യമാണെങ്കിൽ ഏതാണ് നടുവിലുള്ള ആ സംഖ്യ എന്നാ ചോദിച്ചേക്കണേ. ഓക്കെ ആണല്ലോ. എങ്കിൽ നമ്മൾ നമ്മൾ സാധാരണ നോർമൽ രീതിയിൽ ചെയ്താൽ മതി. 10 സംഖ്യകളാണുള്ളത്, ശരാശരി 45ആണ്. എങ്കിൽ ആകെ തുക എത്രയായിരിക്കും? ആകെ തുക എത്രയായിരിക്കും? 10 ഗുണിക്കണം 45 അല്ലേ? ഈ 10 എന്താ? എണ്ണം. 45 എന്താ? ശരാശരി അല്ലേ? തുക കാണാൻ എന്താ ചെയ്യേണ്ടത്? എണ്ണം ഗുണിക്കണം ശരാശരി. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്തത് നോക്ക്. അടുത്തത് എന്താ? ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 40. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തേതാണ് 4 ആദ്യത്തെ സംഖ്യകളുടെ തുകയാണ് ഇനി കാണാൻ പോകുന്നത്. ആദ്യത്തെ 4 സംഖ്യകളുടെ തുക കാണാണ് സെപ്പറേറ്റ്. അതെത്രയാണ്? 4 ഗുണിക്കണം 40. എഴുതിയ മനസ്സിലായല്ലോ? 4 ഗുണിക്കണം 40 എങ്ങനെ വന്നത്? 4 എണ്ണം, 40 എന്താ? അവയുടെ ശരാശരി. ഇനി നോക്ക്, 4 അവസാന സംഖ്യകളുടെ തുക. എന്താണ്? അവസാനത്തെ 4 സംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം? എണ്ണം എത്രയാ? 4 ഗുണിക്കണം ശരാശരി എത്രയാ? 50 അല്ലേ? അവയുടെ ശരാശരി 50 ആണ്. ഇനി ഇത് നേരെ ഗുണിച്ചു നോക്കാം. 10 × 45 450. ഇവിടെ നോക്കിയാൽ 4 × 40 160. അതുപോലെ ഇവിടെ നോക്കിയാൽ 4 × 5 എത്രയാ? 200. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. എങ്കിൽ നടുവിലുള്ള 2 സംഖ്യകളുടെ തുക എത്രയായിരിക്കും? നടുവിലുള്ള 2 സംഖ്യകളുടെ തുക എന്തായിരിക്കും? നടുവിലുള്ള 2 സംഖ്യകളുടെ തുക എന്തായിരിക്കും? 450-ൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 160ഉം 200ഉം കൂടി കൂട്ടിയത് കുറയ്ക്കണം അല്ലേ? എങ്കിൽ പറ എന്ത് ചെയ്യണ്ടേ? 450 കുറയ്ക്കണം. 160ഉം 200ഉം കൂട്ടിയാൽ സിമ്പിളാണ് അല്ലേ? 360. 450 നിന്ന് 360 പോയാൽ 90 ആണ്. ഇതെന്താണ്? നടുവിലുള്ള 2 സംഖ്യകളുടെ തുകയാണ് 90 അല്ലേ? 2 സംഖ്യകളുടെ തുകയാണ് 90. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നടുവിലുള്ള 2 സംഖ്യകൾ തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നടുവിലുള്ള 2 സംഖ്യകൾ തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഖ്യ എന്തായിരിക്കും? 90/2. നമ്മുടെ ഉത്തരം 45. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 60ന്റെ 15% 80ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര? ചോദ്യം എന്താണ്? 60ന്റെ 15% 80ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര? നമുക്ക് ചെയ്തു നോക്കാലോ. എങ്കിൽ പറ 60ന്റെ 15% എന്ന് പറഞ്ഞാൽ എന്താണ്? ന്റെ എന്ന് പറഞ്ഞാൽ തന്നെ ഗുണിക്കണം എന്നാണെന്ന് മനസ്സിലായിക്കോട്ടോ. ഈ ഓഫ് എന്നുള്ള സാധനത്തിന് പകരം വരുന്നതാണ് ഈ വാക്ക് മലയാളത്തിൽ. അപ്പൊ 60ന്റെ 15% എന്ന് പറഞ്ഞാൽ 60 ഗുണിക്കണം 15/100. 15% എന്ന് പറഞ്ഞാൽ 15/100 അല്ലേ? വേറെ രീതിയിലും ചെയ്യാം. അതായത് 60ന്റെ 10% കാണാം, പിന്നെ 60ന്റെ 5% കാണാം. അങ്ങനെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. വേണ്ട, നിങ്ങൾ ഇത് ചെയ്തോ. 60ന്റെ 15% എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ഗുണിക്കണം 15/100. ഞാൻ അത് പ്രോത്സാഹിപ്പിക്കാത്തെന്ന് പറഞ്ഞാൽ നാളെ എക്സാം ഉള്ളതാണ്. ഇനിയിപ്പോൾ അതിന് നിൽക്കണ്ട. അത് അറിയുന്നവരത് ഫോളോ ചെയ്യുക. നല്ലതാണ്, സ്പീഡായിട്ട് ചെയ്യാം. നമുക്ക് ചെയ്ത് ഉത്തരം കിട്ടിയാൽ മതി എന്നുള്ളവർ ഇത് ഫോളോ ചെയ്യാം. 60ന്റെ 15% എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ഗുണിക്കണം 15/100 ആണ്. ഇത് ശരിക്കും മനസ്സൊന്നും ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. എന്ത് ചെയ്താൽ മതി? 60ന്റെ 10% കാണാം ആദ്യം. എത്രയാണ്? 6. പിന്നെ 5% കാണാം. 6ന്റെ പകുതി എടുത്തായി 3. അപ്പോൾ 6 3 കൂട്ടിയാൽ 9. അങ്ങനെ 60ന്റെ 15% നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. പക്ഷെ വേണ്ട, നമ്മൾ എന്ത് ചെയ്യും? 60ന്റെ 15% എന്ന് പറഞ്ഞാൽ 60 ഗുണിക്കണം 15/100 ആണ്. അറിയാലോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 80ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്നല്ലേ പറഞ്ഞേ? ഇനി നോക്ക്, കൂട്ടണം. 80ന്റെ 45%. അതെന്ത് ചെയ്യണ്ടേ? 80 ഗുണിക്കണം 45/100 ആണല്ലോ. 100 ആണല്ലോ. ഇനി നോക്ക്, ഇത് ചെയ്യാലോ. ഇവിടെ ചെയ്യാണ്. 60 × 15/100 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ 0 വെട്ടിക്കളയാലോ. ഇനി ഇവിടെ നോക്ക്, 15ഉം 10ഉം 5 കൊണ്ട് വെട്ടാം അല്ലേ? ഇവിടെ വെട്ടിയാൽ 3 ആണ്, ഇവിടെ വെട്ടിയാൽ 2 ആണ്. ഇനി വെട്ടാലോ? ഇനിയും വെട്ടാം അല്ലേ? 2ഉം 6ഉം വെട്ടാലോ? എത്രയാ? 3. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 3 × 3 9 എന്ന് കിട്ടി. അതായത് 60ന്റെ 15% 9 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കാലോ. ഈ 0 വെട്ടി. ഇനി നോക്ക് 5 കൊണ്ട് വെട്ടാലോ? ഇത് 2 വന്നു. ഇത് എത്രയാ? 9 × 5 45. അപ്പൊ അത് വെട്ടി. ഇനി നോക്ക്, 8നെ 2 കൊണ്ട് വെട്ടാലോ? വെട്ടിക്കഴിഞ്ഞാൽ എത്രയാ കിട്ടുക?
4 കിട്ടിയല്ലോ. ഇനി ഇത് രണ്ടും കൂടി ഗുണിക്കണ്ടേ? 4 × 9 എത്ര? 9 4 36. 9 4 36. ഇനി പറ 36 കൂട്ടണം 9 എത്രയാ ഉത്തരം? 9 കൂട്ടണം 36 എത്രയാ? 45 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി 45. സിമ്പിൾ ചോദ്യമല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കുക. 4 8 x ഇവ അനുപാതത്തിലായാൽ എക്സിന്റെ വില എത്ര എന്നാ പറഞ്ഞേ അല്ലേ? നമുക്ക് 3 സംഖ്യകൾ വന്നത് ഇവ അനുപാതത്തിലായാൽ എക്സിന്റെ വില എത്ര എന്നാ ചോദിച്ചേക്കണേ അല്ലേ? ഈ കേസ് ശ്രദ്ധിക്കുക, നല്ല ചോദ്യമാണ്. ഇതിന് പകരം ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എ കോമ ബി കോമ സി, അതായത് എ ബി സി സംഖ്യകളാണ്. ഇവ അനുപാതത്തിലാണെങ്കിൽ, അതായത് എ ബി സി ഇവ അനുപാതത്തിലാണെങ്കിൽ, നോക്കിക്കോ, അനുപാതത്തിൽ ആണെങ്കിൽ എ ബി സി ഇവ അനുപാതത്തിലാണെങ്കിൽ, ഇപ്പൊ 4 8 x പകരം ഏത് സംഖ്യ വേണമെങ്കിലും വരാം. ഓക്കെ, ആണെങ്കിൽ ആണെങ്കിൽ എന്താണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എന്താണ്? എ ബൈ ബി സമം ബി ബൈ സി ആയിരിക്കും. എന്താ പറഞ്ഞത്? എ ബി സി ഇവ അനുപാതത്തിലാണെന്ന് പറയുന്നത് എപ്പോഴാ? എ ബൈ ബി സമം ബി ബൈ സി ആകുമ്പോഴാ. ഓക്കെ ആണല്ലോ? മറക്കില്ലല്ലോ. എ ബി സി ഇവ അനുപാതത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ ബി സമം ബി ബൈ സി ആവുമ്പോഴാ. അപ്പൊ ഇവിടെ നോക്കാം, ഈ ചോദ്യം വെച്ചിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിൽ ഉറക്കണം എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം വേണം. നോക്ക്, 4 8 x ഇവ അനുപാതത്തിലാണെന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ എഴുതണം നമ്മള്? 4/8 സമം എന്തായിരിക്കും? 8/x. ഇവിടെ 4a ആണ്, 8b ആണ്, x c ആണ്. മനസ്സിലായോ? ഇത് മനസ്സിലായല്ലോ? ഈ സാധനം മനസ്സിലായല്ലോ? എ ബി സി അനുപാതത്തിലാണെന്ന് പറയുന്നത് എപ്പോഴാ? എ ബൈ ബി സമം ബി ബൈ സി ആവുമ്പോഴാ. അതേപോലെ നോക്ക്, 4/8 സമം 8/x ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ഇപ്പൊ അനുപാതത്തിലാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യില്ലേ? അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ ഡിവിഷൻ ആണ്, ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുക? ഗുണിക്കലാവും. 4ന്റെ അടുത്തേക്ക് എക്സ് വരും അല്ലേ? സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഇവിടെ ഹരണമാണ്, ഇവിടെ വരുമ്പോ എന്താവും? ഗുണനാവും. 4 ഗുണിക്കണം എക്സ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 8 ഉണ്ടല്ലോ, ഈ 8 ഉണ്ടല്ലോ, ഈ 8ന്റെ കൂടെ ആര് വരും? ഇവിടെയുള്ള 8 വരും. ഈ 8 എന്താ? ഡിവൈഡഡ് ബൈ 8 അല്ലേ? അപ്പൊ ഇവിടെ വരുമ്പോ എന്താവും? ഗുണിക്കണം 8 എന്നായിട്ട് മാറും. ഓക്കെ ആണല്ലോ? എങ്കിൽ പറ 4x സമം 8 × 8. അപ്പൊ ഇനി എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ ഈ 4നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെ ഗുണിക്കാം. ഓക്കെ, ഇങ്ങനെ ഗുണിച്ചിട്ട് എഴുതിയാലും മതി. 4x സമം 8 × 8 64. എങ്കിൽ എക്സ് എത്രയാ പറ? 64 ഡിവൈഡഡ് ബൈ 4. കാരണം എന്താ? ഇവിടെ 4 ഗുണിക്കണം എക്സ് ആണ്, ഇവിടേക്ക് വരുമ്പോൾ ഹരിക്കണം എന്നാവും. സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഗുണനം എന്താവും? ഹരണാവും. 64നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം എത്രയാ? 16. എക്സിന്റെ വില 16 ആണ്. ഓക്കെ ആണല്ലോ? നമുക്ക് വേറൊരു ടൈപ്പിൽ ഈ ചോദ്യം തരാം. ഇത് നല്ല ചോദ്യമാണ്, സൂപ്പർ ചോദ്യമാണ് കേട്ടോ. ഇപ്പൊ പഠിച്ച ചോദ്യം സൂപ്പർ ചോദ്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടി പറയാം, അത് പഠിച്ചിട്ട് നമുക്ക് അടുത്ത് നോക്കാം. എന്താ പറഞ്ഞത്? 4 8 x ഇവ അനുപാതത്തിലായാൽ എന്നാ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താണ്? 4/8 സമം 8/x ആണ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇനി തെറ്റില്ലല്ലോ. എ ബൈ ബി സമം ബി ബൈ സി എന്നാണ്. എന്തർത്ഥം? എ ബി സി ഇവ അനുപാതത്തിലാണെങ്കിൽ. ഓക്കെ ആണ്, ഇനി അത് തെറ്റില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഈ 4 മേലേക്ക് വന്നപ്പോൾ എക്സ് മേലേക്ക് വന്നപ്പോൾ 4x ആയി. ഇവിടെ എന്താണ്? ഈ 8 ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ എന്തായി? 8 × 8. അതായത് ഇവിടെ ഹരണാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഗുണനാവും, ഇവിടെ ഹരണാണെന്നുണ്ടെങ്കിൽ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഗുണനാവും. അത്ര മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വെട്ടി ചെറുതാക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. മാത്സ് അല്ലേ? എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളെ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇനി നോക്ക്, 4x സമം 8 × 8. അപ്പൊ ഇനി 4x എത്രയാണ്? 8 × 8 എത്ര? 64. എക്സ് സമം 64/4. 16 ആണ് എക്സ്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വിചാരിച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. ഏതൊക്കെയാ? 4 8 16, 2 4 8 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് വരും. എന്നിട്ട് എന്ത് പറയും? ഈ ഒന്നും കൂടി തരാം, 1 3 10 ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരും. എന്നിട്ട് എന്ത് പറയും?
താഴെ തന്നിരിക്കുന്നവയിൽ അനുപാതത്തിലല്ലാത്ത സംഖ്യ ഏതെന്ന് ചോദിക്കും. അനുപാതത്തിലല്ലാത്ത ജോഡി ഏതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കുക 4, 8, 16 നമുക്കറിയാം 4/8 സമം 8/16. അപ്പോൾ വെട്ടി ചെറുതാക്കുമ്പോൾ 1/2 1/2. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് എന്താണ് അനുപാതത്തിലാണ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കി 2, 4, 8. അപ്പോൾ എന്ത് ചെയ്തു 2/4 സമം 4/8 ആണോ നോക്കുക. അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ 1/2 1/2 എന്ന് തോന്നുന്നു. അപ്പോൾ ഇതും എന്താണ് ശരിയാണ്. അപ്പോൾ ഇതും എന്താണ് അനുപാതത്തിലാണ്. അപ്പോൾ ഇവിടെ അടുത്ത് നോക്കുകയാണ് 1 ഈ 3 10 1/3 സമം 3/10 ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എന്താണ് അനുപാതത്തിലല്ല. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി ഈ ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. അടിപൊളി ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്കു പരീക്ഷയിൽ ദിലീപിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18ാമതാണ്. പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിൻ്റെ സ്ഥാനം എത്ര? നല്ല ചോദ്യമാണ് അല്ലേ. നമ്മൾ ഇത്രയും നേരം പഠിച്ചതെന്ന് എന്താണ്, മുന്നിൽ നിന്നും പിറകിൽ നിന്നും തരും, എന്നിട്ട് ആകെ എത്ര പേരുണ്ട് എന്ന് നോക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, മൊത്തം എത്ര പേരുണ്ട് തന്നിട്ടുണ്ട്, മുന്നിൽ നിന്ന് 18ാമതാണെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പുറകിൽ നിന്ന് എത്രാമത്തെ ആളാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആകെ എത്ര ആളാണ് 42 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, മുന്നിൽ നിന്നുള്ളത് കുറയ്ക്കണം. കഴിഞ്ഞോ? ഇല്ല, കൂട്ടണം. എന്ത്? ഒരു 1. അപ്പോൾ ഇത് തെറ്റായിരിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണെന്ന് ഓർത്താൽ മതി. ലാസ്റ്റ് എപ്പോഴും ഒരു 1 ഉണ്ടായിരിക്കും എന്നുള്ളതും ഓർക്കുക. അപ്പോൾ ഇനി ചെയ്താൽ എത്ര കിട്ടുക, 42 18 പോയാൽ എത്രയാ, 42 18 പോയാൽ 24. 24 ഒന്നും കൂട്ടിയാൽ 25. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 25 ആണ്. ഓക്കെ ആണല്ലോ. ഈ ഭാഗത്തു നിന്ന് ഇനി ഒരു മാർക്ക് എന്തായാലും കളയരുത്. ഒരു മാർക്ക് ഷുവർ ഷോട്ടാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ബിയുടെ മകനാണ് എ. നമുക്ക് എഴുതാം അല്ലേ, ബിയുടെ മകനാണ് എ. ഇനി എന്താ പറഞ്ഞത്, സിയുടെ അമ്മയാണ് ബി. അപ്പോൾ സി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളുടെ അമ്മയാണ് എന്ത്, ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, അമ്മയാണ് അല്ലേ, ബി അമ്മയാണ്. അതായത് എയുടെയും സിയുടെയും അമ്മയാണ് ആര്, ബി. ഇനി നോക്ക്, ഡിയുടെ മകളാണ് സി. അപ്പോൾ വേറെ ഇതാക്കുന്നത്, ഡിയുടെ മകളാണ് സി. ഡി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, അച്ഛനായിരിക്കും അല്ലേ. അമ്മ ബി ആണ്, അപ്പോൾ ഡി എന്തായിരിക്കും, അച്ഛനായിരിക്കും. സി എന്താണ്, മകളാണ്. ഓക്കെ. ഇനി എന്താ പറഞ്ഞത്, എങ്കിൽ എയുടെ ആരാണ് ഡി എന്നാ, എയുടെ ആരാണ് ഡി എന്നാ. ഇതെന്താണ്, അമ്മയാണ്, ഇത് മകനാണ്. അപ്പോൾ ഡി എന്തായിരിക്കും, അച്ഛനായിരിക്കും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, അച്ഛൻ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഒരു കോഡ് ഭാഷയിൽ മാംഗോ എന്നത് QERKS ആണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ്, മാംഗോ എന്ന് പറയുന്നത് എന്താണ്, QERKS ആണ് അല്ലേ. അതുപോലെ ചോദിച്ചേക്കണേ എന്താ, ഓറഞ്ച് എങ്ങനെ എഴുതാമെന്നാ ചോദിച്ചേക്കണേ അല്ലേ. ഓറഞ്ച് എങ്ങനെ എഴുതാമെന്നാ ചോദിച്ചേക്കണേ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂ എന്താ, എം കഴിഞ്ഞിട്ട് ക്യൂ എന്താ, ഒരു 4 കൂടുന്നതാ. എം കഴിഞ്ഞിട്ട് NOPQ 4 കൂടുന്നതാ. എ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ BCDE 4 കൂടുന്നതാ. N കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലോ ഏതാ 6 വരുന്നത് എങ്ങനെയാ, വീണ്ടും അതും 4 കൂടുന്നതാ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, 4 കൂടി പോണതാ. അപ്പോൾ അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ 4 കൂട്ടി എഴുതിയാൽ പോരെ, ഓറഞ്ചിൻ്റെ 4 കൂട്ടി എഴുതിയാൽ പോരെ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയും, ഏതായിരിക്കും, ഓ കഴിഞ്ഞാൽ ഏതാ വരിക, 4 കൂട്ടിയാൽ ഒരു +4 ചെയ്താൽ എത്ര വരിക, S ആണ് വരിക. 6 ആണെന്നുണ്ടെങ്കിലോ 4 കൂട്ടിയാൽ V ആണ് വരിക. A ആണെങ്കിലോ E അല്ലേ വരിക. ഇനിയോ N ഉണ്ട് അല്ലേ, N ആണെന്നുണ്ടെങ്കിൽ 6 ആണ് വരിക 4 കൂട്ടി കഴിഞ്ഞാൽ. G ആണെന്നുണ്ടെങ്കിലോ K ആ വരിക അല്ലേ. G കഴിഞ്ഞാൽ HIJK ആണ് വരിക. ഇനി നമുക്ക് E കഴിഞ്ഞാലപ്പോൾ ഈ കഴിഞ്ഞാൽ I ആണ് വരിക, I ആണ് വരിക. നോക്ക് ഓപ്ഷൻ നോക്ക്, SVERKI, SVERKI. ഏതാ ഉത്തരം, ഓപ്ഷൻ ബി ആണല്ലോ. ഇത് നിങ്ങൾക്ക് തന്നെ കിട്ടും അല്ലേ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്യാൻ അല്ലേ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, 2/0.1 പ്ലസ് 5/0.01 പ്ലസ് 3/0.001 പ്ലസ് 1 എത്രയാണ് എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നോക്ക്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു,
എന്ത് ഒരു പോയിന്റിനെ കൊണ്ട് ഹരിക്കുമ്പോഴൊക്കെ ഉള്ള ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ 2നെ 0.1 കൊണ്ടായിരിക്കുന്നത് അല്ലേ, 2നെ 0.1 കൊണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം 2 ഡിവൈഡഡ് ബൈ 0.1 അല്ലേ. അപ്പോൾ നമുക്ക് സോറി ഞാൻ അതൊന്ന് ആദ്യം എഴുതി വെക്കാം, എന്നിട്ട് നമുക്ക് പറയാം. 2 ഡിവൈഡ് ബൈ 0.1 കൂട്ടണം 5 ഡിവൈഡ് ബൈ 0.01 കൂട്ടണം 3 ഡിവൈഡ് ബൈ 0.001 പ്ലസ് 1 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ഡിവൈഡ് ബൈ 0.1. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം 2 ഡിവൈഡ് ബൈ 1 അതേപോലെ അങ്ങ് എഴുതാം. ഈ 0.1 പകരം 1 എഴുതാം. എന്നിട്ട് ഇവിടെ എത്രയാ, ഒരു സ്ഥാനം മാറ്റിയിട്ടല്ലേ പോയിന്റ് ഇട്ടേക്കണേ, ഒരു സ്ഥാനം മാറ്റിയിട്ടല്ലേ. അപ്പോൾ മേലെ ഇവിടെ താഴെ എന്താണ് ഒരു സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താഴത്ത് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടേക്കണേ, മേലെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, താഴെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ എവിടെ ഗുണിക്കേണ്ടത്, മേലെ. മേലെ എന്തുകൊണ്ട് ഗുണിക്കണം, ഒരു 0 ഇതുകൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയാ 10. ഓക്കെ ആണല്ലോ. 1ന്റെ കൂടെ ഒരു 0 കൂടി, അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്ക്, ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 5 ഡിവൈഡ് ബൈ 0.01 വരെ നമ്മൾ എന്ത് എഴുതും, 1 എന്ന് തന്നെ എഴുതും അല്ലേ. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ, 2 സ്ഥാനം മാറ്റിയിട്ടല്ലേ. അപ്പോൾ എത്ര 0 കൊണ്ട് ഗുണിക്കണം, 2 0 വെച്ച് ഗുണിക്കണ്ടേ. ഓക്കെ മനസ്സിലായി അല്ലേ. അടുത്ത നോക്ക് 3 ഡിവൈഡ് ബൈ 0.001. അപ്പോൾ ഇവിടെ എത്രയാ, അടിയിൽ 1 തന്നെ എഴുതുക, ആ 1 എഴുതുക. ഇനി നോക്ക് എത്ര സ്ഥാനം, 1 2 3 സ്ഥാനം മാറ്റിയിട്ട്. അപ്പോൾ എത്ര 0 വേണം, 3 0 ഉള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണ്ടേ. അപ്പോൾ ഏതാ 1 2 3 പ്ലസ് 1. ഓക്കെ മനസ്സിലായല്ലോ, മനസ്സിലായി. ഇനി നോക്ക് ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ അത് കണക്കിലാക്കണോ, ഏത് സംഖ്യേനെ എന്തുണ്ടാവും, 1 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പോൾ 2 × 10 നോക്കിയാൽ പോരെ, ഇവിടെ എത്രയാ 20 കൂട്ടണം 5 × 100 എത്രയാ 500 കൂട്ടണം 3 × 1000 എത്രയാ 3000 കൂട്ടണം 1. താഴത്തെ 1 എന്താ നമ്മൾ എടുക്കാത്തത്, അതായത് ഏത് സംഖ്യേനെ 1 കൊണ്ട് ഹരിച്ചാലും ആ സംഖ്യ തന്നെ കിട്ടുക. അപ്പം നമ്മൾ ആ 1നെ കൺസിഡർ ചെയ്യണോ, വേണ്ട. അപ്പം ഇനി ഇതെങ്ങനെ കിട്ടുക, ഉത്തരം എത്രയാ 3000 കൂട്ടണം 500 3500 പ്ലസ് 20 3520 പ്ലസ് 1 3521. ഉത്തരം ഏതാണ്, 3521. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമാണല്ലോ, ചെയ്തത് മനസ്സിലായല്ലോ. അതായത് 2 ഡിവൈഡ് ബൈ 0.1 എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാം. 2 ഡിവൈഡ് ബൈ 1 ആദ്യം എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു, ഗുണിക്കണം 10 മേലെ. ഇനി പകരം വേറൊരു ചോദ്യം നോക്ക്, 0.2 ഡിവൈഡ് ബൈ 1 എന്നാണെങ്കിൽ നമുക്ക് അതിന് മനസ്സിലാക്കാം എങ്ങനെ, സോറി ഇങ്ങനെയല്ല, ഈ ചോദ്യം ഇങ്ങനെ വിചാരിച്ചോ, 0.1 ബൈ 2 എന്നാണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ മനസ്സിലാക്കാം, 1 ഡിവൈഡ് ബൈ 2 × 10. ഇവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ട് അപ്പോൾ താഴത്ത് അതുകൊണ്ട് ഗുണിക്കാം. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, അങ്ങനെ എഴുതാം. മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരാൾ വീട്ടിൽ നിന്നും കാറിൽ 100 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് 4 മണിക്കൂർ കൊണ്ടും തിരിച്ച് വീട്ടിലേക്ക് 6 മണിക്കൂർ കൊണ്ടുമാണ് എത്തിയത് എങ്കിൽ അയാളുടെ കാറിൻ്റെ വേഗത എന്ത്? അയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്ത്, ഇത് ആവറേജ് സ്പീഡ് കാണാനുള്ള മോഡലാണോ? അല്ല അല്ലേ. ഇതിൽ വേറൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളോട് ചോദിച്ചെന്താ, വേഗത ചോദിച്ചു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വേഗത തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇയാളുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അയാൾ എങ്ങോട്ട് പോകുന്നു, ടൗണിലേക്ക് പോവാണ്, നഗരത്തിലേക്ക് പോവാണ്. എത്ര കിലോമീറ്ററാ, 100 കിലോമീറ്റർ ആണല്ലോ, 100 കിലോമീറ്റർ ആണല്ലോ. അത് എത്ര സമയം കൊണ്ട് എത്തിയത്, 4 മണിക്കൂർ കൊണ്ടാണ്. ഇനി എന്താ പറഞ്ഞത്, തിരിച്ചും അതേ ദൂരം പോകണ്ടേ, എത്ര 100 കിലോമീറ്റർ തന്നെയാണല്ലോ അയാൾ പോയത്. അതാണ് ഇതിലെ ക്യാച്ച് കേട്ടോ. തിരിച്ചും 100 കിലോമീറ്റർ തന്നെയാണ് പോയത്. അത് എത്ര സമയം കൊണ്ടാ, 6 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ അയാൾ മൊത്തത്തിൽ എത്ര ദൂരം പോയി, നമുക്കറിയാം വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണല്ലോ. ദൂരം ബൈ സമയമാണ് വേഗത. അപ്പോൾ പറ, വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി, വേഗത സമം എന്താണ്, ദൂരം എത്ര, ഇവിടെ ദൂരം എത്രയാ, 100 ആണോ ദൂരം, അല്ല, 100 പ്ലസ് 100 ആണ് ദൂരം. മനസ്സിലായോ, ഒരു ദൂരമല്ല അല്ലേ, അയാൾ അവിടെ പോയി ഇവിടെ വന്നു, അത്രയും സമയത്തിന്റെ വേഗത ചോദിച്ചത് അല്ലേ. അപ്പൊ 100 പ്ലസ് 100 ആണ് എന്ത്, ദൂരം. കിട്ടിയാലോ. അപ്പൊ സമയം എന്തായിരിക്കും, അതന്നെ പറ, 4 പ്ലസ് 6 ആയിരിക്കും സമയം. അപ്പൊ എത്രയാണ്, 100 പ്ലസ് 100 200 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 6 10. ഈ 0 വെട്ടി നമ്മുടെ ഉത്തരം 20 കിലോമീറ്റർ പെർ അവർ. 20 കിലോമീറ്റർ പെർ
അവർ. അടിപൊളി ചോദ്യമല്ലേ, അടിപൊളി ചോദ്യമല്ലേ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, സുമയുടെയും രാധികയുടെയും വയസ്സിന്റെ തുക 32ആണ്. സുമയുടെ വയസ്സിന്റെ 3 മടങ്ങാണ് രാധികയുടെ വയസ്സ്. എങ്കിൽ രാധികയുടെ വയസ്സ് എത്ര? ശ്രദ്ധിക്കണേ, നമ്മൾ പറഞ്ഞു സുമയുടെയും രാധികയുടെയും വയസ്സിന്റെ തുക 32ആണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തെഴുതും? സുമ, രാധിക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവരുടെ വയസ്സിന്റെ തുക 32 പറഞ്ഞത് അല്ലേ? വയസ്സിന്റെ തുക 32ആണ്. വേറെന്താ പറഞ്ഞേ? സുമയുടെ വയസ്സിന്റെ 3 മടങ്ങാണ് രാധികയുടെ വയസ്സ്. അതായത് സുമയുടെ വയസ്സ് 1 ആണെന്നുണ്ടെങ്കിൽ രാധികയുടെ വയസ്സ് എന്തായിരിക്കും? 3 ആയിരിക്കും. അതല്ലേ അതിന്റെ അർത്ഥം? സുമയുടെ വയസ്സിന്റെ 3 മടങ്ങാണ് രാധികയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുമയുടെ വയസ്സ് 1 ആണെന്നുണ്ടെങ്കിൽ രാധികയുടെ വയസ്സ് 3 ആയിരിക്കും. അതായത് 1:3. അതന്നെ. അപ്പൊ ഇനി പറഞ്ഞിട്ടുള്ളത് എന്താ? ഇവരുടെ വയസ്സിന്റെ തുക എന്ന് പറയുന്നത് 32. വയസ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? തുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടാനാണല്ലോ. തുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടാനാണല്ലോ. എങ്കിൽ കൂട്ടിയിട്ട് പറ. എന്താ കൂട്ടേണ്ടത്? ഈ 3ഉം 1ഉം അങ്ങ് കൂട്ടുക. എത്ര കിട്ടുക? 4. 3ഉം 1ഉം അങ്ങ് കൂട്ടുക. എത്ര കിട്ടുക? 4. അതുകൊണ്ട് ഇതിനെ ഹരിക്കുക, തുകയെ ഹരിക്കുക. നമ്മൾ പറഞ്ഞതാണിത് അല്ലേ? എന്ത് ചെയ്യുന്നത്? നമുക്ക് തുക 32 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റേഷ്യോ 1:3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആ 1നെയും 3നെയും കൂട്ടണം, തുകയായതുകൊണ്ട്. വ്യത്യാസമാണെങ്കിൽ കുറച്ചേനെ, പക്ഷെ ഇവിടെ എന്താ? തുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? 1ഉം 3ഉം കൂട്ടി 4. ആ 4 കൊണ്ട് എന്ത് ചെയ്യും? 32നെ ഹരിക്കണം. അപ്പൊ എത്ര കിട്ടുക നമുക്ക്? 32നെ 4 കൊണ്ട് ഹരിച്ച എത്ര കിട്ടുക? 8 അല്ലേ കിട്ടുക? 8 എന്ന് പറഞ്ഞ സംഖ്യ കിട്ടി. ആ 8 കൊണ്ട് നമ്മുടെ റേഷ്യോയെ ഗുണിച്ചാൽ മതി. ആ 8 കൊണ്ട് നമ്മുടെ റേഷ്യോയെ ഗുണിച്ചാൽ മതി. നമ്മുടെ റേഷ്യോയിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 3x8 കിട്ടി. അതേപോലെ 8x1 കിട്ടി. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? രാധികയുടെ വയസ്സാ ചോദ്യം. 3x8 24 രാധികയുടെ വയസ്സ്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഇനി സുമയുടെ വയസ്സാണെങ്കിലോ 8x1 8 സുമയുടെ വയസ്സ്. നോക്ക്, 8ഉം 24ഉം കൂട്ടിയാൽ എത്ര? 32 അല്ലേ? അപ്പൊ അത് കറക്റ്റ് അല്ലേ? മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് LGS സ്റ്റേജ് 3 ഇതേ മോഡൽ ഒരു ചോദ്യം ചോദിച്ചാലോ? അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ചെയ്താണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് പെട്ടെന്ന് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എങ്ങനെ ചെയ്തത് നോക്ക്. 4x3 12x5 അതാണ് 60. നൈസ് അല്ലേ? നല്ല ചോദ്യം അല്ലേ? 7x6 42 42x1 42 അല്ലേ? അപ്പൊ ഇനി ഇവിടെ എന്തായിരിക്കും? 8x5 8×5 40 അല്ലേ? ഗുണിക്കണം 3. എത്രയാണ്? 8×5 40 × 3. ഉത്തരം 120. എവിടെ ഉത്തരം? എവിടെ? ഓപ്ഷൻ സി 120. മനസ്സിലായല്ലോ? കിട്ടുന്നുണ്ടല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കൂ. വിട്ടുപോയ സംഖ്യ കണ്ടെത്താനാ പറയുന്നത്. ഒരു 5 ചതുര വട്ടമുണ്ട് അല്ലേ? 5 വൃത്തങ്ങളുണ്ട്. അപ്പോൾ ആ വൃത്തത്തിന് ഉള്ളിലൊക്കെ സംഖ്യകളുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിലിൽ ഒരു സംഖ്യ ഉണ്ട്, പുറത്ത് 25 64 49 36. കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്? 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയറാണ്. 5ന്റെ സ്ക്വയറാണ് 25. 64 എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയറാണ്. 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയറാണ്. 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയറാണ്. കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും അല്ലേ? 25 സ്ക്വയറാണ്, 25 ആണ്, 64 ആണ്, 49 ആണ്, 36 ആണ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന് അല്ലേ? ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ അങ്ങ് കൂട്ടിയാൽ മതി. എത്ര കിട്ടുക? 5ഉം 8ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 13. 13ഉം 7ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 20. 20ഉം 6ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? നടുവിലെ 26. നല്ലതല്ലേ? നല്ല ചോദ്യം അല്ലേ? അതെ. അപ്പൊ ഇനി അടുത്ത് നോക്ക്. ഇവിടെ നോക്ക്. 81 അപ്പം എത്രയാ? 9ന്റെ സ്ക്വയറാ അല്ലേ? 144 12ന്റെ സ്ക്വയറാ. 100 10ന്റെ സ്ക്വയറാ. 121 11ന്റെ സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇനി പറ എങ്ങനെയാ? 9ഉം 12ഉം കൂട്ടിയാൽ എത്രയാ? 21 അല്ലേ? 21ഉം 10ഉം കൂട്ടിയാൽ എത്രയാ? 31 അല്ലേ? 31ഉം 11ഉം കൂട്ടിയാൽ എത്രയാ? നടുക്കുള്ള 42 കിട്ടിയില്ലേ? അപ്പൊ ഇനി ഇവിടെ ഇവിടെ എങ്ങനെയായിരിക്കും? 169 എത്രയാ? 13ന്റെ സ്ക്വയറാ. 16 എത്രയാ? 4ന്റെ സ്ക്വയറാ. 9 എത്രയാ?
3ൻ്റെ സ്ക്വയറാ. 400 എത്രയാ? 20ൻ്റെ സ്ക്വയറാ. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? എല്ലാം കൂട്ടണം. ഓക്കെ ആണല്ലോ. ഇനി നോക്ക് കൂട്ടിപ്പറ. അപ്പോൾ 13ഉം 4ഉം 17, 17ഉം 3ഉം 20, 20ഉം 20ഉം എത്രയാണ് ഉത്തരം? 40. ഉത്തരം 40. ഏതാ ഉത്തരം? ഓപ്ഷൻ സി 40 ആണ്. മനസ്സിലായല്ലോ? നല്ല ചോദ്യമല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ. നമ്മൾ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്താ വിചാരിച്ചാൽ അതുപോലെ കറണ്ട് അഫെയർസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. അല്ലാതെ നമ്മൾ ഇനി പുതിയ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മാക്സിമം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 400-500 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയും ചോദ്യങ്ങളൊക്കെ മതി അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ. നിങ്ങൾ നന്നായിട്ട് നോക്ക്. നിങ്ങൾ ആ ചോദ്യം കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക. നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. നന്ദി. താങ്ക് യു.